ഹരി ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ 6-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ വരുന്ന നാരായണ കവചം എന്ന സ്തോത്രത്തെ നമ്മൾ ചൊല്ലി പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ ആ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. സ്തോത്രത്തിന് 3 ഭാഗമുണ്ട്. പൂർവഭാഗം, മധ്യഭാഗം, ഉത്തരഭാഗം. മധ്യഭാഗമാണ് യഥാർത്ഥ സ്തോത്രം. പൂർവഭാഗത്തിൽ സ്തോത്രം ചൊല്ലുന്നതിന് മുമ്പുള്ള ന്യാസകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. ഉത്തരഭാഗത്തിൽ ആ സ്തോത്രം ചൊല്ലിയിട്ടുള്ള ഒരാൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ മഹിമയെ വർണ്ണിക്കുന്നു. മധ്യത്തിലാണ് 23 മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള നാരായണ കവചമുള്ളത്. ഈ 23 മന്ത്രങ്ങളുടെ അർത്ഥത്തെയാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഓം ഹരിർ വിദധ്യാൻ മമ സർവരക്ഷാം എന്ന് പറയുന്നിടത്ത് തുടങ്ങി വിദിക്ഷു ദിക്ഷോർധ്വമതസമന്താത് എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്നു. ഇങ്ങനെ 23 മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നാരായണ കവചം. അപ്പോൾ ഈ കവചത്തിൻ്റെ അർത്ഥത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വളരെ സരളമായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ്, ആഴത്തിലുള്ള വ്യാഖ്യാനമല്ല ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു അർത്ഥം ഗ്രഹിക്കാൻ. കാരണം അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഭാവം വർദ്ധിക്കും. വർദ്ധിച്ച ഭാവത്തോടു കൂടി ചൊല്ലുമ്പോൾ ഫലവും പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഏത് മന്ത്രത്തെയും അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ചൊല്ലാൻ. അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥത്തെ ഒന്ന് നോക്കാം. മന്ത്രം ആരംഭിക്കുന്നത് ഓം ഹരിർ വിദധ്യാൻ മമ സർവരക്ഷാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശ്രീഹരി എനിക്ക് എല്ലാ രക്ഷയും പ്രദാനം ചെയ്യട്ടെ, ഇതാണ് തുടക്കത്തിൽ പറയുന്നത്. എങ്ങനെയുള്ള ശ്രീഹരി? അഷ്ടഗുണ അഷ്ടബാഹു, 8 ഗുണങ്ങളുള്ളവൻ, 8 കൈകളുള്ളവൻ. 8 ഗുണങ്ങൾ എന്ന് പറയുന്നത് അഷ്ട ഐശ്വര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അനിമ, ലഘിമ തുടങ്ങിയിട്ടുള്ള 8 സിദ്ധികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആകാരത്തെ കുറയ്ക്കാനും ആകാരത്തെ കൂട്ടാനും ഭാരത്തെ കൂട്ടാനും കുറയ്ക്കാനും തുടങ്ങിയ സിദ്ധികൾ ഉള്ളവനാണ്. അങ്ങനെ 8 സിദ്ധികളുണ്ട്. ആ 8 സിദ്ധിയും ഭഗവാനുണ്ട്. അതുകൊണ്ട് അഷ്ടഗുണനാണ് ഭഗവാൻ. അതുപോലെ അഷ്ടബാഹുവാണ്, 8 കൈകളുണ്ട്. ഓരോ കൈയിലും ആയുധവും ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ 8 ആയുധങ്ങളുമുണ്ട്. ആ ആയുധങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നു. ദരാരി ചർമ്മ സിഗദേശു ചാപ പാശാൻ. ദര, അരി, ചർമ്മ, അസി, ഗദ, ഇഷു, ചാപ, പാശ. അങ്ങനെ 8 ആയുധങ്ങൾ. ദര എന്ന് പറഞ്ഞാൽ ശംഖ്, അരി എന്ന് പറഞ്ഞാൽ ചക്രം, ചർമ്മം എന്ന് പറഞ്ഞാൽ പരിച, അസി എന്ന് പറഞ്ഞാൽ വാള്, പിന്നെ ഗദ, പിന്നെ ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ്, ചാപം എന്ന് പറഞ്ഞാൽ വില്ല്, പാശം എന്ന് പറഞ്ഞാൽ കയർ. ഇങ്ങനെ 8 ആയുധങ്ങളെ 8 കൈകൾ ധരിച്ചിരിക്കുന്ന 8 ഐശ്വര്യങ്ങളുള്ള ശ്രീഹരി എന്നെ രക്ഷിക്കട്ടെ. തീർന്നിട്ടില്ല. ഇവിടെ പറയുന്നു ആ ശ്രീഹരി പതകേന്ദ്ര പൃഷ്ഠേ ന്യസ്താംഗ്രി പത്മനാണെന്ന്. പതകേന്ദ്രൻ, പതകം എന്ന് പറഞ്ഞാൽ പക്ഷി, പക്ഷിയുടെ ഇന്ദ്രൻ, രാജാവ് ആരാണ്? ഗരുഡൻ. ആ ഗരുഡന്റെ പൃഷ്ഠേ, പുറത്ത് ഭഗവാന്റെ പാദപത്മം വെച്ചിരിക്കുന്നു. ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ്. അപ്പൊ ഭഗവാൻ ഗരുഡന്റെ പുറത്താണ് നിൽക്കുന്നത്. ഗരുഡൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭക്തൻ എവിടെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് എത്തണമെന്ന് കരുതിയിട്ടാവാം ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കാലും വെച്ച് നിൽക്കുന്നത്. കാത്തിരിക്കുകയാണ് ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ശ്രീഹരി എന്നെ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണ കവചം ആരംഭിക്കുന്നത്. തുടർന്ന് അടുത്ത മന്ത്രത്തിൽ പറയുന്നു ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തി. ജലത്തിൽ എന്നെ മത്സ്യമൂർത്തി രക്ഷിക്കട്ടെ. ആ ജലത്തിലുള്ള ജലജന്തുക്കളിൽ നിന്നും അതുപോലെ വരുണപാശത്തിൽ നിന്നുമാണ് എനിക്ക് രക്ഷ ആവശ്യം. ആ രക്ഷ എനിക്ക് മത്സ്യരൂപത്തിലുള്ള ഭഗവാൻ നൽകട്ടെ. യാദോഗണേഭ്യോ വരുണസ്യ പാശാൻ. യാദോഗണേഭ്യം എന്ന് പറയുന്നത് ജലജന്തുക്കളും പിന്നെ വരുണന്റെ പാശത്തിൽ നിന്നും മത്സ്യമൂർത്തിയായ ഭഗവാൻ എനിക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. സ്ഥലേഷു, സ്ഥലത്തിൽ, അതായത് ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് മായാവട്ടുവായ വാമനൻ രക്ഷിക്കട്ടെ. അവ്യാത്. മായാവട്ടു, വട്ടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി. അപ്പോൾ മായാവട്ടു, അതായത് ഒരു ബ്രഹ്മചാരിയുടെ വേഷം എടുത്തിട്ട് ഭഗവാൻ പ്രകടമായതാണ് വാമനമൂർത്തിയായിട്ട് മഹാബലിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മായാവട്ടുവായ വാമനമൂർത്തി എന്നെ സ്ഥലത്തിൽ, ഞാൻ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. കാരണം ആ മായാവട്ടു ത്രിവിക്രമനാണ്. 3 പദം കൊണ്ട് 3 ലോകത്തെയും, അതായത് 2 പദം കൊണ്ട് 3 ലോകത്തെയും അളന്ന് 3ാമത്തെ പദം എവിടെയെന്ന് ചോദിച്ചതാണ് അവതാരം. അപ്പൊ അത്രയും വ്യാപ്തിയുള്ള, അത്രയും വലിപ്പമുള്ള ആ മായാവട്ടുവായ വാമനൻ എന്നെ ജലത്തിൽ, കാരണം സ്ഥലത്തിലാകുമ്പോൾ ഞാൻ പല സ്ഥലത്തുമായിരിക്കല്ലോ. അപ്പൊ ഏത് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും എന്നെ രക്ഷിക്കാൻ ആ മായാവട്ടുവിന് സാധിക്കും. അതുകൊണ്ട് ജലത്തിൽ മത്സ്യമൂർത്തിയായിട്ടും സ്ഥലത്ത് ഭൂമിയിൽ എന്നെ വാമന രൂപിയായിട്ടും സംരക്ഷിക്കുക.
അത് കഴിഞ്ഞു പറയുന്നു ഖേ. ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ. ആകാശത്തിൽ വിശ്വരൂപനായിട്ട് എന്നെ സംരക്ഷിക്കുക. ഖേ അവതു വിശ്വരൂപ. വിശ്വരൂപൻ, വിശ്വം തന്നെ രൂപമായിരിക്കുന്നവൻ, വിശ്വാകാരനായിരിക്കുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് ആകാശത്തിൽ ആ ഭാവത്തിൽ തന്നെ എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ദുർഗേഷു അടവ്യാജി മുഖാദിഷു പ്രഭു പായാൻസിംഹോ അസുരയൂഥപാരി വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനേ ദുർന്യപതംശഗർഭ. ദുർഗങ്ങളിൽ, ദുർഗം എന്ന് പറഞ്ഞാൽ കടക്കാൻ പ്രയാസമുള്ളത്. എങ്ങനെയുള്ള ദുർഗങ്ങളാണ്? ഇവിടെ പറയുന്നു അടവി ആജി മുഖാദിഷു. അടവി എന്ന് പറഞ്ഞാൽ കാട്, ആജിമുഖം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി. അപ്പോൾ കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്തും യുദ്ധഭൂമിയിൽ നിൽക്കുന്ന സമയത്തും അത് ദുർഗമാണ്, കടക്കാൻ പ്രയാസമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെയുള്ള സ്ഥലത്ത് എന്നെ നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള നരസിംഹമൂർത്തിയാണ്? അദ്ദേഹം ചിരിക്കുന്ന സമയത്ത്, അട്ടഹസിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ അറ്റം വരെ പ്രകമ്പനം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ അറ്റം വരെ ഇളകുന്നു. അത്രയും ശക്തിയുള്ള, അത്രയും ഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയാണ് നരസിംഹമൂർത്തി. അങ്ങനെയുള്ള നരസിംഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. മാത്രവുമല്ല, അങ്ങനെ അദ്ദേഹം അട്ടഹസിക്കുന്ന സമയത്ത് അസുര സ്ത്രീകളുടെ ഗർഭം പോലും അലസിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് അസുരന്മാരെ നിഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അസുരരായി പിറക്കാൻ പോകുന്നവരെ പോലും ഭഗവാൻ നിഗ്രഹിച്ചു. അത്രയും ഗാംഭീര്യത്തോടു കൂടി അസുരവംശത്തെ ഇല്ലാതെയാക്കണം, ദുഷ്ടന്മാരെ ഇല്ലാതെയാക്കണം എന്ന ഭാവത്തിൽ നിൽക്കുന്ന ആ നരസിംഹമൂർത്തി എന്നെ ദുർഗങ്ങളായിട്ടുള്ള കാട്ടിലും അതുപോലെ യുദ്ധമുഖത്തിലും സംരക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിൽ പറയുന്നു, രക്ഷത്വസൗ മാധ്വനി യജ്ഞകൽപ സ്വദംഷ്ട്രയോനി തഥരോ വരാഹ. യജ്ഞകൽപ്പൻ, യജ്ഞകൽപ്പൻ എന്ന് പറഞ്ഞാൽ യജ്ഞസ്വരൂപനായവൻ. ആരാണ്? വരാഹമൂർത്തിയാണ്. ആ വരാഹമൂർത്തിയുടെ വിശേഷണങ്ങളാണ് സ്വദംഷ്ട്രയ ഉന്നീതധര. തൻ്റെ തേറ്റയുടെ മുകളിലാണ് ഭൂമിയെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള വരാഹമൂർത്തി അധ്വനി മാ രക്ഷതു. മാർഗത്തിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത്, യാത്രാമധ്യത്തിൽ ആ വരാഹമൂർത്തി എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്രികൂട്ടേഷു. അദ്രികൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ, പർവ്വത മുകളിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാമ അവ്യാത്, രാമൻ എന്നെ രക്ഷിക്കട്ടെ. രാമൻ എന്ന് പറയുന്നത് പരശുരാമൻ, ഭാർഗവരാമൻ. ആ രാമൻ എന്നെ അവിടെ രക്ഷിക്കട്ടെ. അതുപോലെ വിപ്രവാസെ. വിപ്രവാസം എന്ന് പറഞ്ഞാൽ പ്രവാസം, അതായത് സ്വദേശം വിട്ട് മറ്റ് ദേശത്ത് സഞ്ചരിക്കുന്ന സമയത്ത് എന്നെ സലക്ഷ്മണോ ഭരതാഗ്രജോ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. സലക്ഷ്മണൻ, ലക്ഷ്മണനോട് കൂടിയ ഭരതന്റെ ജ്യേഷ്ഠനായ രാമൻ എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ ലക്ഷ്മണനും ഭരതനോടും കൂടി നിൽക്കുന്ന ശ്രീരാമൻ എന്നെ പ്രവാസ സമയത്ത്, ഞാൻ സ്വദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് രക്ഷ അവർ പ്രദാനം ചെയ്യട്ടെ എന്നിവിടെ പറയുന്നു. അടുത്ത മന്ത്രം പറയുന്നത്, മാമുഗ്രധർമാത് അഖിലാത് പ്രമാദാത് നാരായണ പാതു നരശ്ച ഹാസാത്. ഉഗ്രമായ ധർമ്മങ്ങളിൽ നിന്ന്, ചെയ്യാൻ പാടില്ലാത്തതായ ധർമ്മങ്ങളിൽ അത് ചെയ്യാനൊരു പ്രവണത നമുക്കുണ്ടാകുമല്ലോ. ആ പ്രവണതയിൽ നിന്നും, അതുപോലെ പ്രമാദ, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും, അതായത് ചെയ്യാൻ നിഷിദ്ധമായത് ചെയ്യാനുള്ള വാസന ഉണ്ടാകുമ്പോഴും ചെയ്യേണ്ടത് ചെയ്യണ്ട എന്നൊരു മടി തോന്നുന്ന സമയത്തും ആ ഒരു ദോഷത്തിൽ നിന്നും നാരായണൻ എന്നെ രക്ഷിക്കട്ടെ. നരനാരായണ മൂർത്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ആ നാരായണമൂർത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. മഹർഷി തുല്യനായ ആ നാരായണമൂർത്തി എന്നെ പ്രമാദത്തിൽ നിന്നും അതുപോലെ തെറ്റായ കർമ്മങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കട്ടെ, എന്നെ രക്ഷിക്കട്ടെ. ഹാസാദ് നര. ഹാസം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. മനുഷ്യന്റെ ഏറ്റവും വലിയ ദോഷമാണ് അഹങ്കാരം. ആ അഹങ്കാരം എന്ന ദോഷത്തിൽ നിന്നും നരമുനി എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ നരനും നാരായണനും എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞു പറയുന്നു, ദത്തസ്തു അയോഗാത് അഥ യോഗനാഥ. യോഗനാഥനായ ദത്താത്രേയൻ അയോഗാത്, അതായത് യോഗ ഭ്രഷ്ട് ഉണ്ടാവുക, യോഗാവസ്ഥയിൽ നിന്നും ച്യുതി സംഭവിക്കുക, യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ അതിൽ നിന്നും വ്യതിചലിച്ചു പോകുക. യോഗം എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രാപ്തിയാണ്. അപ്പോൾ ആ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാൾ അതിൽ നിന്നും വ്യതിചലിച്ചു പോകാതെ ഇരിക്കാൻ യോഗനാഥനായ ദത്താത്രേയൻ ശ്രമിക്കട്ടെ. ആ ദത്താത്രേയൻ എന്നെ രക്ഷിക്കട്ടെ, എനിക്ക് യോഗച്യുതി സംഭവിക്കാതിരിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അവസാനം പറയുന്നു,
കർമ്മബന്ധാത് ഗുണേശ കപില പായാത്. കർമ്മബന്ധത്തിൽ നിന്നും ഗുണേശ്വരനായ ആ കപിലമുനി എന്നെ രക്ഷിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്കൊരു സംഘമുണ്ട്. ആ സംഘം കാരണം നമ്മൾ അതിൻ്റെ അനന്തര ഫലങ്ങളെ അനുഭവിക്കുക തന്നെ വേണം. പുണ്യവും പാപവും അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെ ഈ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. ആ ഒരു ചക്രത്തിൽ നിന്നും മോചനം എനിക്ക് കപിലമുനി നൽകട്ടെ. എനിക്ക് കർമ്മത്തിൽ ഒരു ബന്ധനവും ഇല്ലാതിരിക്കട്ടെ. ഞാൻ ചെയ്യുന്ന കർമ്മം നിസ്സംഗഭാവത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ കപിലമുനി എനിക്ക് പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കഴിഞ്ഞ് പറയുന്നു, സനത് കുമാരോ വതു കാമദേവാത്. കാമദേവനിൽ നിന്നും സനത് കുമാരൻ എന്നെ രക്ഷിക്കട്ടെ. നമ്മെ തെറ്റിപ്പിക്കുന്ന, നമുക്ക് ഒരു വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആ സഞ്ചാരപാതയിൽ നിന്നും നമ്മളെ വഴിതെറ്റി വിടുന്നത് കാമമാണ്. എപ്പോഴും ആഗ്രഹങ്ങളാണ്, പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം എനിക്ക് സനത് കുമാരൻ രക്ഷ നൽകട്ടെ. സനത് കുമാരൻ യോഗീശ്വരനാണ്. ആ സനത് കുമാരൻ എനിക്ക് കാമദേവനിൽ നിന്നും രക്ഷ നൽകട്ടെ. അതായത് കാമത്തിന്റെ പ്രഹാരം എന്നിൽ ഏൽക്കാതിരിക്കട്ടെ. നിസ്സംഗനായി നിഷ്കാമനായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുന്നു, ഹയശീർഷോ മാം പഥി ദേവഹേലനാഥ്. വഴിമധ്യേ, അതായത് നമ്മൾ ജീവിതയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും അറിയാതെ തന്നെ നമ്മൾ ദേവഹേളനം നടത്തും. പല ദേവതകളും ഇവിടെയുണ്ട്. അവരെ നമ്മൾ വേണ്ട രീതിയിൽ ആരാധിക്കാതെ ഇരുന്ന് വരാം, അവഗണിച്ചു എന്ന് വരാം. അങ്ങനത്തെ ദോഷങ്ങൾ സംഭവിക്കാം. അങ്ങനത്തെ ദോഷങ്ങൾ വരാതിരിക്കാനായി ഹയശീർഷൻ, ഹയഗ്രീവമൂർത്തിയായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. അങ്ങനത്തെ തെറ്റുകൾ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിൽ നിന്നും എന്നെ ഹയഗ്രീവമൂർത്തി രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, ദേവർഷി വര്യ പുരുഷാർച്ചനാന്തരാത്. പുരുഷനെ അർച്ചിക്കുന്ന സമയത്ത്, പുരുഷൻ എന്ന് പറയുന്നത് പരമപുരുഷനായ ഭഗവാൻ, ആ ഭഗവാനെ അർച്ചിക്കുന്ന സമയത്ത് ചില തെറ്റുകളൊക്കെ സംഭവിക്കും. മനുഷ്യ സഹജമാണത്. അങ്ങനത്തെ തെറ്റുകളിൽ നിന്നും ദേവർഷിയായ നാരദൻ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. കൂർമോ ഹരിർമാം നിരയാത് അശേഷാത്. അശേഷാത് നിരയാത്. എല്ലാ നരകങ്ങളിൽ നിന്നും കൂർമ്മമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. നരകങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, പലതരം ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ദുഃഖങ്ങളിൽ നിന്നെല്ലാം കൂർമ്മമൂർത്തിയായി വന്ന് ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. അടുത്തതായി പറയുന്നു, ധൻവന്തരിർ ഭഗവാൻ പാത്വപഥ്യാത്. അപഥ്യത്തിൽ നിന്നും, അതായത് കഴിക്കാൻ പാടില്ലാത്തത് കഴിച്ചത് കൊണ്ടുണ്ടാകുന്ന ദുഃഖം, ആ ദുഃഖത്തിൽ നിന്നും ധന്വന്തരമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. ദ്വന്ദ്വാത് ഭയാദ് ഋഷഭോ നിർജിതാത്മാ. ദ്വന്ദ്വ ഭയത്തിൽ നിന്ന്, സുഖം ദുഃഖം ശീതം ഉഷ്ണം തുടങ്ങിയിട്ടുള്ള ദ്വന്ദ്വങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഉണ്ടാകുന്ന ഭയത്തിൽ നിന്നും ഋഷഭദേവൻ എന്നെ രക്ഷിക്കട്ടെ. മഹാതപസ്വിയായിരുന്നു ഋഷഭദേവൻ. ആ ഋഷഭദേവൻ എന്നെ ഇത്തരം ദ്വന്ദ്വ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. യജ്ഞശ്ച ലോകാത് അവതാചനാന്താത്. ജനാന്തം എന്ന് പറഞ്ഞാൽ മൃത്യു ലോകം, മൃത്യുലോകത്തിൽ നിന്നും യജ്ഞസ്വരൂപനായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മൃത്യുവിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യജ്ഞസ്വരൂപനായ ഭഗവാൻ മൃത്യുലോകത്തിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ബലോ ഗണാത് ക്രോധവശാദ് അഹീന്ദ്ര. അഹീന്ദ്രനായ ബലൻ, ബലരാമസ്വാമി, ആ ബലരാമസ്വാമി എന്നെ സർപ്പങ്ങളിൽ നിന്നും, വളരെ ക്രോധമുള്ള സർപ്പങ്ങൾ, ആ സർപ്പങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത്. അപ്രബോധം, അജ്ഞാനം, അജ്ഞാനത്തിൽ നിന്നും ദ്വൈപായനൻ എന്നെ രക്ഷിക്കട്ടെ. ആരാണ് ദ്വൈപായനൻ? സാക്ഷാൽ വേദവ്യാസ മഹർഷി. വേദങ്ങൾ വ്യസിച്ചവൻ, പുരാണങ്ങൾ രചിച്ചവൻ, ആ വ്യാസ മഹർഷി എന്നെ അജ്ഞാനത്തിൽ നിന്നും രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് പറയുന്നു, ബുദ്ധസ്തു പാഖണ്ഡ ഗണാത് പ്രമാദാത്. പാഖണ്ഡൻ, പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ വേദത്തെ മതിക്കാത്തവർ, വേദം പറയുന്നതിന് വിരുദ്ധമായി ജീവിക്കുന്നവർ. അങ്ങനെയുള്ളവരുടെ വാക്കുകളിൽ മയങ്ങി ഞാൻ വ്യതിചലിക്കാതിരിക്കട്ടെ. അതിനുള്ള രക്ഷ എനിക്ക് ബുദ്ധ ഭഗവാൻ നൽകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. കൽക്കി കാലേ കലേ കാലമലാത് പ്രപാതു ധർമാവനായോരു കൃതാവതാര. ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി പല പല അവതാരങ്ങൾ എടുക്കുന്ന ആ ഭഗവാൻ കൽക്കി സ്വരൂപനായി വന്ന് കലിയുടെ ദോഷങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, മാം കേശവോ ഗദയാ പ്രാതരവ്യ. ഇവിടുന്ന് അങ്ങോട്ട് കാലത്തിലുള്ള രക്ഷയാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് ഒരു മൂന്നോ നാലോ മന്ത്രങ്ങൾ കാലത്തിൻ്റെ രക്ഷയാണ്. കാലം എന്ന് പറയുമ്പോൾ നമ്മളൊരു ദിവസത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈമുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഓരോ ടൈമിലും ഓരോ രൂപത്തിൽ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടുന്നുള്ള മന്ത്രങ്ങളിൽ പറയുന്നത്. പ്രാതഃ കാലത്തിൽ കേശവൻ എന്നെ രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് ആ കേശവന്റെ കയ്യിൽ ഗദയുണ്ട്.
അപ്പോൾ ഗദാധാരിയായിട്ടുള്ള കേശവൻ എന്നെ പ്രാതഃകാലത്തിൽ രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് ആസംഗവം എന്ന് പറയുന്ന കാലത്തിൽ, പ്രഭാതത്തിന് ശേഷമുള്ള, പ്രാതകാലത്തിന് ശേഷമുള്ള സമയമാണ്. ആ സമയത്ത് വേണുനാദം മുഴക്കുന്ന, വേണു ധരിച്ചിരിക്കുന്ന ഗോവിന്ദൻ എന്നെ രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് പ്രാഹ്ന സമയത്ത് എന്നെ നാരായണൻ രക്ഷിക്കട്ടെ. മധ്യന്തിന് ഉച്ച സമയത്ത് എന്നെ വിഷ്ണു രക്ഷിക്കട്ടെ. സുദർശന ചക്രം ധരിച്ചിട്ടുള്ള വിഷ്ണു എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് ഉച്ച സമയത്ത്, അതായത് മധ്യന്തിന സമയത്ത്. അത് കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിൽ അപരാന്നെ മധുഹോഗ്രധൻവ, മധുഹ എന്ന് പറഞ്ഞാൽ മധു എന്ന അസുരനെ വധിച്ചവൻ, മധുവിന് അസുരനെ വധിച്ചിട്ടുള്ള ആ ഭഗവാൻ എന്നെ അപരാഹ്ന സമയത്ത് രക്ഷിക്കട്ടെ. ഉഗ്രധന്വനാണ്, മഹത്തായ ധനുസ് ധരിച്ചിരിക്കുന്നവനാണ് ഈ മധുവിനെ വധിച്ചിട്ടുള്ളവൻ. ആ ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ എന്നെ പരാഹ്ന സമയത്ത് രക്ഷിക്കട്ടെ. സായം ത്രിധാമാവതു മാധവോമാം, 3 ധാമങ്ങൾ, 3 വിധ പ്രകാശങ്ങൾ, 3 വിധ അവസ്ഥകളുള്ള മാധവൻ എന്നെ സായം കാലത്ത് രക്ഷിക്കട്ടെ. 3 വിധ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ സച്ചിദാനന്ദ ഭാവത്തെയാണ്, സത്ത് ചിത്ത് ആനന്ദം എന്ന ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മാധവൻ എന്നെ സായങ്കാലത്ത് രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ദോഷ സമയത്ത്, പ്രദോഷ സമയത്ത് ഋഷികേശൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ അർദ്ധരാത്രിയിൽ നിശീഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇരുട്ടുള്ള സമയമാണ്. ആ സമയത്ത് പത്മനാഭൻ എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പറയുന്നു. അടുത്ത മന്ത്രത്തിൽ ശ്രീവത്സധാമ പരരാത്ര ഈശ പ്രത്യൂഷ ഈശോ സിധരോ ജനാർദ്ദന ദാമോദരോ വ്യാദനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി. ശ്രീവത്സധാമ, ശ്രീവത്സം എന്ന മറുക് മാറിൽ ധരിച്ചിട്ടുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ അപരരാത്രിയെ എന്നെ രക്ഷിക്കട്ടെ. പ്രത്യൂഷ സമയത്ത് അസിധര, അതായത് വാള് പിടിച്ചിട്ടുള്ള ജനാർദ്ദനൻ എന്നെ രക്ഷിക്കട്ടെ. അനുസന്ധ്യം, സന്ധ്യാസമയത്ത് 3 സന്ധ്യകളുണ്ടല്ലോ, ആ 3 സന്ധ്യാസമയത്തും ദാമോദരൻ എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ പ്രഭാതത്തിൽ വിശ്വേശ്വരനായ ഭഗവാൻ കാലമൂർത്തി എന്നെ രക്ഷിക്കട്ടെ. കാലസ്വരൂപനാണ് ഭഗവാൻ. ആ കാലസ്വരൂപനെ പല ഭാവങ്ങളിലായിട്ടാണ് ഇത്രയും മന്ത്രങ്ങളിൽ പറഞ്ഞത്. ആ പല ഭാവങ്ങളിൽ കാലസ്വരൂപനായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് തുടർന്ന് പറയുന്നത് ആയുധങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ്. ഭഗവാന് പല ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ചില ആയുധങ്ങളിൽ നിന്നും രക്ഷ യാചിക്കുകയാണ് തുടർന്നുള്ള മന്ത്രങ്ങളിൽ. ഇവിടെ പറയുന്നു ചക്രം യുഗാന്താനല ദിഗ്മനേമി ഭ്രമത് സമന്താത് ഭഗവത് പ്രയുക്തം. യുഗാന്താനലൻ, യുഗാവസാനത്തിലുള്ള പ്രളയാഗ്നിയുണ്ട്. ആ അഗ്നിയുടെ തീക്ഷ്ണതയുള്ള ആരമുള്ള, അറ്റമുള്ള ചക്രം, സുദർശന ചക്രം. ആ സുദർശന ചക്രത്തോട് പറയുകയാണ് സമന്താത് ഭ്രമത്, ചുറ്റുപാടും തിരിഞ്ഞുകൊണ്ട് ഭഗവത് പ്രയുക്തം, ഭഗവാനാൽ ഉപയോഗിച്ച്, അതായത് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ആ സുദർശന ചക്രത്തെ അയക്കുകയാണ് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ വരുന്ന ആ സുദർശന ചക്രം നമുക്ക് ചുറ്റും തിരിയട്ടെ. അങ്ങനെ തിരിഞ്ഞുകൊണ്ട്, എങ്ങനെയുള്ള സുദർശന ചക്രമാണ്? യുഗാന്താനലം, അതായത് യുഗാവസാനത്തിലുള്ള പ്രളയാഗ്നിയുടെ തീക്ഷ്ണതയുള്ള ആരങ്ങളോട് കൂടിയിട്ടുള്ള സുദർശന ചക്രം നമുക്ക് ചുറ്റും തിരിഞ്ഞുകൊണ്ട് ദണ്ഡത്തി, ദഹിപ്പിക്കട്ടെ. ആരെ? അരിസൈന്യം ആശു. ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അരിസൈന്യം, ശത്രു സൈന്യത്തെ ദഹിപ്പിക്കട്ടെ, നശിപ്പിക്കട്ടെ സുദർശന ചക്രം. ഏതുപോലെയാണ്? വാതസഖനായ ഹുതാശൻ. ഹുതാശൻ എന്ന് പറഞ്ഞ അഗ്നി, വാതസഖൻ എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ സുഹൃത്ത്. കാറ്റിന്റെ സുഹൃത്തായ അഗ്നി കക്ഷഹ യഥ, കക്ഷം എന്ന് പറഞ്ഞാൽ പുല്ല്. ഏതുപോലെയാണോ നല്ല കാറ്റുള്ള സമയത്ത് അഗ്നി പുല്ലിനെ നശിപ്പിക്കുന്നത്, വളരെ നിസ്സാരമായിട്ടാണ് നശിപ്പിക്കുന്നത്, അതുപോലെ എൻ്റെ ശത്രു സൈന്യത്തെ സുദർശന ചക്രം നശിപ്പിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത മന്ത്രത്തിൽ പറയുന്നു ഗദേ. ഇവിടെ ഗദയാണ് സംബോധന ചെയ്യുന്നത്. ഭഗവാന്റെ ഗദയോടാണ് പറയുന്നത് നീ എനിക്ക് രക്ഷയെ തന്നാലുമെന്ന്. അശനി സ്പർശന വിസ്ഫുലിംഗേ. അശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്രായുധമാണ്. ആ വജ്രായുധത്തിന്റെ കാഠിന്യമുള്ളതാണ് ഭഗവാന്റെ ഗദ. തൊട്ട് കഴിഞ്ഞാൽ വളരെ കഠിനമാണ്. അങ്ങനത്തെയുള്ള ആ ഗദയോട് പറയുകയാണ് നിഷ്പിണ്ഠി, നീ നശിപ്പിച്ചാലും, ചൂർണയ, പൊടിയാക്കിയാലും. ആരെ? അരീൻ, ശത്രുക്കളെ. എങ്ങനെയുള്ള ശത്രുക്കളെ? കൂഷ്മാണ്ഡന്മാര്, വൈനായകന്മാര്, യക്ഷസ്, രക്ഷസ്, അതുപോലെ ഭൂതങ്ങൾ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളെ, ഗ്രഹിക്കുന്നവരാണ് ഗ്രഹങ്ങൾ. അങ്ങനെയുള്ള ഗ്രഹങ്ങളെ
നീ നശിപ്പിച്ചാലും അല്ലയോ ഗതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂക്ഷ്മമൂർത്തികളാണ് ഇവയെല്ലാം. ജീവിതത്തിൽ നമുക്ക് പല ദോഷങ്ങളും വരുത്തുന്നവരാണ്. അപ്പൊ ആ ദോഷങ്ങളിൽ നിന്നെല്ലാമുള്ള രക്ഷ ഗതയോട് യാചിക്കുകയാണ്. അല്ലയോ ഭഗവാന്റെ ആയുധമായ ഗതയെ, എനിക്ക് സംരക്ഷണം തന്നാലും ഇത്തരം ക്ഷുദ്രങ്ങളായ എൻ്റെ ശത്രുക്കളെ നീ ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിൽ പറയുന്നു, ത്വം യാതുധാന പ്രമഥ പ്രേത മാത്ര പിശാച വിപ്രഗ്രഹ ഘോര ദൃഷ്ടിയും ഘോര ദൃഷ്ടിയും. ഭയങ്കരമായ നോട്ടമുള്ളവർ. അവരുടെ നോട്ടം തന്നെ ശരിയല്ല. അവരെ കണ്ടാൽ നമുക്കും ഭയം തോന്നും. ഇങ്ങനെ രണ്ടർത്ഥത്തിൽ ഘോരദൃഷ്ടികളായിട്ടുള്ള ആൾക്കാരാണ്. ആരൊക്കെ? യാതുധാനന്മാര്, പ്രമഥന്മാര്, പ്രേതങ്ങള്, മാതൃക്കള്, പിശാചുക്കള്, അതുപോലെ ബ്രഹ്മരക്ഷസ്, ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ദരേന്ദ്ര എന്ന് പറഞ്ഞാൽ, ദരം എന്ന് പറഞ്ഞാൽ ശംഖ്. അപ്പൊ ശംഖ്, ഏറ്റവും ശ്രേഷ്ഠമായ ശംഖ് ഏതാണ്? പാഞ്ചജന്യമാണ്. ആ പാഞ്ചജന്യത്തോട്, ആ ശംഖിനോട് പറയുകയാണ്, കൃഷ്ണപൂരിതമായ പാഞ്ചജന്യമാണ്. കൃഷ്ണപൂരിതം, ഭഗവാനാണ് അത് ഊതുന്നത്. സാധാരണ ശംഖ് പോലെയല്ല, ഇത് വളരെ വിശേഷപ്പെട്ട ശംഖാണ്. പക്ഷെ ആ ശംഖ് ഊതുന്നത് ഭഗവാനാണ്. അപ്പൊ അതിന്റെ വിശേഷം കൂടുതൽ വർദ്ധിച്ചു. അങ്ങനെയുള്ള ആ ശംഖിനോട് പറയുകയാണ്, ഈ ശത്രു സൈന്യങ്ങളെ ഓടിപ്പിച്ചാലും നിന്റെ ധ്വനി മുഴങ്ങുമ്പോൾ, ഭഗവാൻ നിന്നെ ഊതുമ്പോൾ ആ ധ്വനി മുഴങ്ങുന്ന സമയത്ത് അതിൻ്റെ ശബ്ദത്തിന്റെ കമ്പനം കൊണ്ട് അവർ പേടിച്ചോടട്ടെ എന്നിവിടെ പറയുകയാണ്. കാരണം വളരെ ഭയാനകമായ ധ്വനിയാണ് ആ ശംഖ് മുഴങ്ങുമ്പോൾ. ശത്രുക്കൾക്കൊക്കെ പെട്ടെന്ന് ഭയം തോന്നും. അത്രയും ഗാംഭീര്യമുള്ള ധ്വനിയാണ്. അത് മുഴക്കിക്കൊണ്ട് ശത്രുക്കളുടെ ഹൃദയാനി, അരിയുടെ ഹൃദയങ്ങളെ, ശത്രുവിന്റെ ഹൃദയങ്ങളെ കമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് അവരെ ഓടിപ്പിച്ചാലും, അവരെ ഇവിടുന്ന് അകറ്റി നിർത്തിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് വരുന്ന മന്ത്രത്തിൽ പറയുന്നു, ത്വം തിഗ്മധാരാസി വരാരി സൈന്യം അസിവരം. അസിവരം എന്ന് പറഞ്ഞാൽ വാൾ. ശ്രേഷ്ഠമായ വാളിനോടാണ് ഇനി സംരക്ഷണം ചോദിക്കുന്നത്. അരി സൈന്യത്തെ ഈശപ്രയുക്തോ, ഈശൻ ഉപയോഗിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നത് ഭഗവാനാണല്ലോ. അപ്പൊ ഭഗവാൻ ആ ആയുധത്തെ ഉപയോഗിക്കുമ്പോൾ, വാളിനെ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ ശത്രു സൈന്യത്തെ ചിന്തി നീ നശിപ്പിച്ചാലും. നിന്റെ വളരെ മൂർച്ചയേറിയ ധാരമാണ് നിനക്കുള്ളത്, വളരെ തിഗ്മമായ ധാരമാണ്. ആ ധാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ നിന്നെ പ്രയോഗിക്കുമ്പോൾ എൻ്റെ ശത്രുക്കളെ ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ചക്ഷുംഷി ചർമ്മൻ ശതചന്ദ്ര ഛാദയ. ചർമ്മം എന്ന് പറഞ്ഞാൽ പരിചയാണ്. ആ പരിച എങ്ങനെയുള്ളതാണ്? ശതചന്ദ്രങ്ങൾ ഉള്ളതാണ്. അതായത് ചന്ദ്രാകാരത്തിലുള്ള അടയാളം അതിലുണ്ട്. അങ്ങനെയുള്ള പരിചയാണ്. ആ പരിചയോട് പറയുകയാണ്, ശത്രുക്കളുടെ ചക്ഷുസിനെ മറച്ചാലും അവർക്ക് എന്നെ കാണാൻ, കാരണം അവരുടെ ദൃഷ്ടി ഘോര ദൃഷ്ടിയാണല്ലോ. അവർ നമ്മളെ നോക്കുന്നത് ശരിയായ രീതിയിലല്ല. അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ ശത്രുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെറ്റായ ദൃഷ്ടിയുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ദൃഷ്ടിയെ മറച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അഘോനാം ദുഷാം എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് യാഗം ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവർ, യാഗത്തെ മുടക്കുന്നവർ, അങ്ങനെയുള്ള ശത്രുക്കളെ ഇല്ലാതെയാക്കിയാലും, അവരുടെ കണ്ണു മറച്ചാലും, അവരുടെ കാഴ്ചയെ ഇല്ലാതെയാക്കിയാലും എന്നാണ് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു, യന്നോ ഭയം ഗ്രഹേഭ്യോ ഭൂത് കേതുഭ്യോ നൃഭ്യ ഏവച. അതായത് ഗ്രഹങ്ങളിൽ നിന്നും കേതുക്കളിൽ നിന്നും, കേതു എന്ന് പറയുന്നത് ധൂമകേതു, ആകാശത്തുള്ള ധൂമകേതുക്കളാണ്. അതുപോലെ നൃഭ്യ, മനുഷ്യരിൽ നിന്നും, സരീസൃപേഭ്യോ, സരീസൃപം എന്ന് പറഞ്ഞാൽ ഇഴയുന്ന ജന്തുക്കൾ, അതായത് പാമ്പ് തുടങ്ങിയ ജന്തുക്കളിൽ നിന്നും, ദംഷ്ട്രുഭ്യോ, ദംഷ്ട്രുകളുള്ള ഘോര മൃഗങ്ങൾ, അവരിൽ നിന്നും, ഭൂതേഭ്യോ, ഭൂതങ്ങളിൽ നിന്നും, അംഹോഭ്യോ, അംഹം എന്ന് പറഞ്ഞാൽ പാപം, പാപത്തിൽ നിന്നും എല്ലാം, സർവാണി ഏതാനി ഭഗവൻ നാമരൂപാസ്ത്ര കീർത്തന, ഭഗവാന്റെ നാമത്തിന്റെയും രൂപത്തിന്റെയും അസ്ത്രങ്ങളുടെയും കീർത്തനത്തിൽ നിന്നും, സംശയം പ്രയാന്തു, അവർ നശിക്കട്ടെ. ഈ പറഞ്ഞ എല്ലാവരിൽ നിന്നുമുള്ള ഉപദ്രവം, ഭയം എനിക്കുണ്ടാകുന്നുണ്ടല്ലോ, ആ ഉപദ്രവം ഇവർ ഭഗവാന്റെ നാമത്തെയും രൂപത്തെയും അസ്ത്രങ്ങളെയും കീർത്തിച്ചതോടുകൂടി തന്നെ നശിക്കട്ടെ, ഇല്ലാതെയാകട്ടെ. ന ശ്രേയ പ്രദീപക, എൻ്റെ ശ്രേയസിന് വിഘ്നമായി നിൽക്കുന്നവരാണ് ഇവരെല്ലാം. അപ്പൊ എനിക്ക് ഉയർച്ചയുണ്ടാകണമെങ്കിൽ ഇവരിൽ നിന്നുള്ള ഉപദ്രവം എല്ലാം ഇല്ലാതെയാകണം. അപ്പൊ അങ്ങനെയുള്ള ഉപദ്രവത്തെ ഇല്ലാതെയാക്കിയാലും ഭഗവാന്റെ നാമകീർത്തനം തന്നെ അത് ഇല്ലാതെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. തുടർന്നുള്ള മന്ത്രത്തിൽ പറയുന്നു, ഗരുഡോ ഭഗവാൻ സ്തോത്ര സ്തോഭ ഛന്ദോമയ പ്രഭു. ഭഗവാൻ ഗരുഡനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ വാഹനമാണ് അദ്ദേഹം. നിത്യം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, വേദസ്വരൂപിയാണ്, പ്രഭുവാണ്. അങ്ങനെയുള്ള ഗരുഡാൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, അശേഷ കൃച്ഛ്രേഭ്യോ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷത്തു, എന്നെ രക്ഷിക്കട്ടെ. അതുപോലെ വിശ്വക്സേനൻ സ്വനാമഭി, അതായത് ഗരുഡന്റെയും വിശ്വക്സേനൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പാർഷദനാണ്.
അപ്പോൾ ഗരുഡനും വിശ്വക്സേനനും ഒക്കെ അവരുടെ നാമത്തിന്റെ ഉച്ചാരണം കൊണ്ട് തന്നെ എനിക്ക് രക്ഷയെ പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവരുടെ നാമം സ്മരിക്കുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്നും എനിക്ക് രക്ഷയുണ്ടാകട്ടെ. എങ്ങനെയുള്ള രക്ഷ? എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള രക്ഷ. എനിക്കൊരു ദുഃഖവും ഇല്ലാതെ ഇരിക്കട്ടെ. അവരുടെ നാമം ഞാൻ സ്മരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടാവട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, സർവാപദ്ഭ്യോ ഹരേർ നാമ രൂപാനി രൂപ യാന ആയുധാനി. ഹരിയുടെ നാമം, രൂപം, യാനം എന്ന് പറഞ്ഞ വാഹനം, ആയുധം, ആയുധങ്ങളിൽ നിന്നെല്ലാം ഹരിയുടെ നാമം, രൂപം, ആയുധം, വാഹനം തുടങ്ങിയവ എല്ലാം എന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ബുദ്ധി ഇന്ദ്രിയ മനഃ പ്രാണാൻ പാന്തു. എൻ്റെ ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രാണങ്ങളെയും രക്ഷിക്കട്ടെ. പാർഷദ ഭൂഷണ. ഭഗവാന്റെ പാർഷദ പ്രമുഖരാണല്ലോ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഗരുഡനും അതുപോലെ വിശ്വക്സേനനും തുടങ്ങിയവരോ. അപ്പൊ അവരെല്ലാം അതുപോലെ ഭഗവാന്റെ ആയുധങ്ങൾ, അതുപോലെ ഭഗവാന്റെ നാമരൂപങ്ങൾ, ഇവരുടെയെല്ലാം കീർത്തനം കൊണ്ട്, ഇവരുടെയെല്ലാം സ്മരണ കൊണ്ട് എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പ്രാണങ്ങൾക്കും എല്ലാം സംരക്ഷണം ലഭിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആപത്തിൽ നിന്നും അവർ രക്ഷ നേടട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയുന്നു, യഥാഹി ഭഗവാനേവ വസ്തുത സദസച്ചയത് സത്യേനാനേന സർവേ യാന്തു നാശമുപദ്രവാ. വളരെ ഗഹനമായ ഒരു മന്ത്രമാണ് ഇവിടെ. ഇവിടെ പറയുന്നു, സത് അസത് യത്. സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത്, അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, ഉണ്ടെന്നും ഇല്ലാത്തതെന്നും പറയുന്ന എന്തെല്ലാം ഉണ്ടോ. കാരണം പ്രപഞ്ചത്തിൽ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ ഒരു കമ്പാരിസൺ മാത്രമേ സാധിക്കൂ. അപ്പോൾ ഉള്ളതെല്ലാം തന്നെ ഭഗവാൻ ഏവ വസ്തുത. യഥാർത്ഥത്തിൽ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. വാസ്തവത്തിൽ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. ഈശ്വരൻ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന സത്യത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറയുന്നു, സത്യേന അനേന. ഈ സത്യത്താൽ, ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന സത്യത്താൽ, ന സർവേ യാന്തു നാശമുപദ്രവാ. ഞങ്ങളുടെ എല്ലാ ഉപദ്രവങ്ങളും നശിക്കട്ടെ. ഈ ഒരു സത്യം അറിഞ്ഞാൽ തന്നെ എല്ലാ ഉപദ്രവങ്ങളും തനിയെ നശിക്കും. ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന് ഭക്തൻ എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ തന്നെ അവൻ്റെ എല്ലാ ഉപദ്രവങ്ങളും നശിക്കും. അപ്പോൾ ഭക്തനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയുമാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നു, ഐകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം. അതായത് യാതൊരാളാണോ ധ്യാനത്തിൻ്റെ പാരമ്യത്തിൽ എത്തിക്കൊണ്ട് ഈശ്വരനുമായി ഐക്യത്തെ പ്രാപിക്കുന്നത്, അവന് നിർവികൽപമായ ഭാവത്തിലാണ്, ഒരു വികൽപ്പവുമില്ലാത്ത നിർഗുണ പരബ്രഹ്മമായിട്ട് ആരാണോ പ്രകാശിക്കുന്നത് അവൻ തന്നെ സ്വയം ഭൂഷണായുധ ലിംഗാഖ്യ. ഒരുപാട് ആഭരണങ്ങളും ആയുധങ്ങളും അടയാളങ്ങളുമായിട്ട് ധരിച്ചുകൊണ്ട് സ്വമായയാ, സ്വന്തം മായയെ ആശ്രയിച്ചുകൊണ്ട്, തൻ്റെ ശക്തിയായ ആ മായയെ ആശ്രയിച്ചുകൊണ്ട് ആരാണോ ഈ രൂപം ധരിക്കുന്നത് അവൻ വാസ്തവത്തിൽ നിർഗുണ പരബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങൾ ധരിക്കുന്നത്. അത് കഴിഞ്ഞു പറയുന്നു, തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി. സർവക, എല്ലായിടത്തും സഞ്ചരിക്കുന്നവൻ, എല്ലായിടത്തും ഉള്ളവൻ, സർവജ്ഞനാണ്. അങ്ങനെയുള്ള ഹരി ഭഗവാനാണ് ഇവിടെ ഉള്ളതെല്ലാം എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടും ആ സത്യം സത്യമായതുകൊണ്ടും സർവൈ സ്വരൂപൈർ ന സദാ സർവത്ര പാതു. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ രൂപത്തിലും നീ കാത്തു രക്ഷിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ സമ്പൂർണമായ രക്ഷയെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ സത്യത്തെ നമ്മൾ സദാ സ്മരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ. നമ്മൾ തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ ആത്മീയമായ പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരൻ അല്ലാതെ പലതും ഉണ്ടെന്ന് തോന്നും. ആ തോന്നലിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോഴും നമ്മളോട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, വാസ്തവത്തിൽ നീയേ ഉള്ളൂ എന്ന് ഞാൻ അറിയുന്നു. എന്നാലും എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് പലത് തോന്നുന്നു. അതിൽ നിന്ന് എനിക്ക് ഭയമുണ്ടാകുന്നു. ആ ഭയത്തിൽ നിന്നും, ആ സമസ്ത ഭയങ്ങളിൽ നിന്നും നീ എനിക്ക് രക്ഷയെ പ്രദാനം ചെയ്താലൂ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി അവസാനത്തെ മന്ത്രമാണ്. ഇവിടെ പറയുന്നു, വിദിക്ഷു ദിക്ഷൂർധ്വമത സമന്താത്. ദിക്ക് വിദിക്ക്. ദിക്കുകൾ 4 എണ്ണമാണ്. വിദിക്കുകൾ കോണുകളാണ്. അങ്ങനെ 8 ദിക്കുകളുണ്ട്. ഊർധ്വം അധ, മുകളിലും താഴെ. അങ്ങനെ 10 കാര്യങ്ങൾ പറഞ്ഞു. 4, 8 ദിക്കുകൾ മുകളിലും താഴെയും സമന്ത, ചുറ്റുപാടും നിന്നും
അന്തഃ ബഹി അകത്തും പുറത്തും ഭഗവാൻ നരസിംഹമൂർത്തിയായ ഭഗവാൻ സ്വനേന സ്വന്തം ശബ്ദത്താൽ ലോകഭയം പ്രഹാപയൻ ലോകത്തിന്റെ ഭയത്തെ അഥവാ ലോകത്തിൽ നിന്ന് എനിക്കുണ്ടാകുന്ന ഭയത്തെ ഇല്ലാതെയാക്കുക. സ്വതേജസാഗ്രസ്ത സമസ്ത തേജ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാ പ്രകാശങ്ങളെയും സ്വന്തം തേജസ് കൊണ്ട് മറയ്ക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള നരസിംഹമൂർത്തി. ഭഗവാന്റെ അട്ടഹാസം കേട്ടാൽ തന്നെ ലോകത്തിലുള്ള എല്ലാ ഭയവും ഇല്ലാതെയാകും. കാരണം അതൊരു ഉറപ്പാണ്, ഭക്തനുള്ള ഉറപ്പാണ്. പ്രഹ്ലാദന് ഏതുപോലെയാണോ ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഭഗവാൻ വന്നത്, അലറിക്കൊണ്ടാണ് വന്നത്, പക്ഷെ അത് പ്രഹ്ലാദനുള്ള ഉറപ്പാണ്, ഞാനുണ്ട് എന്നത്. ആ അലർച്ച, ആ ഒരു ഗാംഭീര്യമായ അട്ടഹാസം തന്നെ എന്നെ എല്ലാ ആപത്തിൽ നിന്നും എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണ കവചം എന്ന മന്ത്രത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇതിനുശേഷം ഫലശ്രുതി ഭാഗമാണ് വരുന്നത്. നാരായണ കവചം ചൊല്ലിയ ഒരാൾക്കുണ്ടായ അനുഭവം, ഒരു ഗന്ധർവൻ പറന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അവിടെ പറയുന്നത്. അത് പണ്ടൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതുകൊണ്ട് ഇവിടെ അത് ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും ഇതാണ് സാമാന്യമായ ഒരു അർത്ഥം നാരായണ കവച മന്ത്രത്തിൻ്റെ. വളരെ ആഴത്തിലുള്ള വ്യാഖ്യാനമൊന്നുമല്ല, സരളമായ ഒരു വ്യാഖ്യാനമാണ്. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കൂടുതൽ ആഴത്തിൽ അറിയണമെങ്കിൽ നല്ല നല്ല വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ്, അത് വായിച്ച് പഠിക്കുക. അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു അർത്ഥത്തെ വെച്ചുകൊണ്ട് തന്നെ ആ മന്ത്രത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന് മുമ്പിട്ടിട്ടുള്ള വീഡിയോ നോക്കി ഇതിൻ്റെ വേർഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി വായിച്ച് ജപിച്ച് ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുക. ദിവസവും ജപിക്കാൻ ശ്രമിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരി ഓം.